പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ இது என்ன ஃபீலு உன்னால நான் ஃபெயிலு பிடிக்காம ஓட்ட நரியிலு இனிமே நான் ஆளு. പ്രിയ പ്രേക്ഷകർക്ക് ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാം കുറച്ച് കൊച്ചു കൂട്ടുകാരുമായാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നിൽക്കുന്നത് വെഞ്ഞാറമൂട് പാറയ്ക്കൽ ഗവൺമെൻറ് UP സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിലെ കുറച്ച് മിടുക്കരായിട്ടുള്ള കൂട്ടുകാരാണ് ഇന്ന് ഇഞ്ചോടിഞ്ച് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ ആദ്യം ഇവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ശ്രേയ, ആദിത്യ, ആത്മിക, അഷ്ടമി, ജഹനര, അഭീഷ്മ, ആദികൃഷ്ണൻ, വൈഷ്ണവ്, സൂരജ്, ഗൗതം, അതുൽ കൃഷ്ണൻ. ടീച്ചറിൻ്റെ എൻ്റെ പേര് രജിത. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ച് കുസൃതി ചോദ്യം, ഒരു 3-4 ചോദ്യം ചോദിക്കും. അപ്പം നിങ്ങൾ 2 ടീമായിട്ടാണ് ഇതിൽ മത്സരിക്കേണ്ടത്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ഒരു 5 ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ ആൻസർ പറയുന്ന ടീമായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അപ്പം ചോദിക്കാം. നിങ്ങളെ കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും, കുസൃതി ചോദ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വാഹനങ്ങൾ പോകാത്ത റൂട്ട് ഏതാണ്? വാഹനങ്ങൾ പോകാത്ത റൂട്ട്. ബീറ്റ്റൂട്ട്, ഹൈലാൻഡ്, ബട്ടർ ബോർഡ്, കൊക്ക. ആദ്യം ഇവിടെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആരാണെന്ന്? ഇവിടെ ടീം അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടീമിനാണ് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി പൂക്കടയിൽ പൂ വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിനക്ക് എത്ര പൂ വേണം, ഏത് പൂ വേണം, നിന്റെ അച്ഛൻ്റെ പേരെന്താണ്? ഇതിനെല്ലാം കൂടി കുട്ടി ഒറ്റ ഉത്തരമാണ് പറഞ്ഞത്. പത്രോസ്. വീണ്ടും ഈ ടീമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നിന്റെ പേരെന്തായിരുന്നു? ആദികൃഷ്ണൻ. നീ കുസൃതി ചോദ്യം കാണാറും കേൾക്കാറുണ്ടല്ലേ ഒരുപാട്. അപ്പോൾ എല്ലാത്തിനും അവൻ മിടുക്കനായിട്ട് പെട്ടെന്ന് ആൻസർ പറയുകയാണ്. ഒരു കുട്ടി ഒരു പൂക്കടയിൽ പൂ വാങ്ങാനായിട്ട് ചെന്നു. അപ്പോൾ ആ കുട്ടിയോട് പൂക്കടക്കാരൻ ചോദിച്ചു, നിനക്ക് എത്ര പൂ വേണം, ഏത് പൂ വേണം, നിന്റെ അച്ഛൻ്റെ പേരെന്താണ്? ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ആ കുട്ടി ഒറ്റ ആൻസറാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ആൻസർ? പത്രോസ് എന്നാണ് ആൻസർ അല്ലേ? കറക്റ്റ് ആൻസറാണ്. നിങ്ങൾ പച്ചക്കറി ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണോ? അല്ല, ഇന്നത്തെ ദിവസം മറ്റേ പച്ചക്കറി കിറ്റ് ഇതൊക്കെ തന്നല്ലോ അല്ലേ? ചെടിയൊക്കെ തന്നല്ലോ നടാനായിട്ട്. വീട്ടിൽ കൊണ്ടുപോയി നടും. അപ്പോൾ ചോദ്യം ഇതാണ്, ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട ഏതാണ്? ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട. പച്ചക്കറി കടയല്ല, കുസൃതി ചോദ്യമാണ്. ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട. സ്വർണ്ണക്കടയാണ്. ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ടീച്ചറിനെ നമുക്ക് ടീമിൽ ബ്രെഡും ജാമും ഒക്കെ ഇഷ്ടമല്ലേ? ബ്രെഡ് ജാം എവിടെ നിന്നാണ് വാങ്ങുന്നത്? കടയിൽ നിന്നാണ് വാങ്ങുന്നതല്ലേ? കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ്? ട്രാഫിക് ജാം. ഇവരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ് ഇവർക്കും 1 പോയിന്റ് ഗേൾസിനും ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇംഗ്ലീഷ് എല്ലാ അക്ഷരവും അറിയാം? ഇംഗ്ലീഷ് എത്ര അക്ഷരമുണ്ട്? അക്ഷരങ്ങളിൽ ഏറ്റവും കൂടുതൽ തണുപ്പടിക്കുന്ന അക്ഷരം ഏതാണ്? ഇസഡ് ആണോ? അല്ലല്ലോ, കുസൃതി ചോദ്യമാണ്. അതിങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്ഷരമാവൂലേ? നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരെണ്ണം പറയാൻ ചാൻസ്, നിങ്ങൾക്കും ആലോചിച്ചിട്ട് ഒരെണ്ണം പറയാം. ഏറ്റവും കൂടുതൽ തണുപ്പടിക്കുന്ന അല്ല. സിയാ? സി അല്ല. ഇനി ആൻസർ പറയാൻ പറ്റില്ല. സമയം കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇവരിലാരാണ്? ഇവര് ജയിച്ചേട്ടല്ലേ? ആൻസർ ലാസ്റ്റ് ഇവരെ കൂടെ ചോദിച്ചിട്ട് പറയും. നീങ്ങുന്നു. അപ്പോൾ ഇഞ്ചോടിഞ്ചിൻ്റെ ആദ്യ സെക്ഷനിൽ നമ്മുടെ ഈ ബോയ്സിൻ്റെ ടീമാണ് കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഗേൾസ് ഒട്ടും മോശമല്ല. ഗേൾസും എന്ത് ചെയ്തു? നമ്മളോടൊപ്പം തന്നെ മത്സരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ആരാണ് പാട്ട് പാടുന്ന ടീം? ഏതാണ്?
ആർക്കാ പറ്റുന്ന പാട്ട് പാടാൻ? നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരാനായിട്ട്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഒരു കേടി കൊടുത്തേ, നന്നായിട്ട് പാടിയില്ലേ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം പാടുവോ ബോയ്സ്? ആ അതാണ്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമന പൂമുഖം പാടിടേണ്ട, ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. താറിട്ട റോഡാണ് റോഡിനരികാണ്, റോഡിനടയാളം ഷിമക്കൊന്ന. ഒരു തല കാതല് തந்து இந்த கருதல மனசுக்குள் வந்து, ஒரு தல காதல் தந்து இந்த கருதல மனசுக்குள் வந்து. காதலிக்கு கைடு இல்ல சொல்லி தரவா வாத்தி, சேர்த்து வச்ச ஆசையெல்லாம் அள்ளி தரவா வாத்தி. ஏவு சேரு ஊ சேரு தாரன் கை மாத்தி, அடியாத்தி இது என்ன ஃபீலு, உன்னால நான் ஃபெயிலு. பிடிக்காம ஓட்டனரிலு இனிமே நான் ஆளு, அடியாத்தி இது என்ன ஃபீலு, உன்னால நான் ஃபெயிலு. பிடிக்காம ஓட்டனரிலு இனிமே நான் ஆளு. உன் பேரு என் கூவங்குயிலானே நான், உன் பாட்டு உன்னோடு ஃபேனானே நான். போக்கச்சில் உன் ஹீரோ பேனானே நான், மனசாக உன்னோடு ஃபேனானே நான். கொஞ்சம் பார்க்கணும் கைகள் கோர்க்கணும், ஜோடி சேர்த்து லவ்வாசாக ஊரு சுற்றணும். பேண்டு வாசிச்சு கிராண்டு மேரேஜ், வெட்டி மேளம் எங்க கேட்கணும். அடியாத்தி இது என்ன ஃபீலு, உன்னால நான் ஃபெயிலு. பிடிக்காம ஓட்டனரிலு ഇനിമേ ഞാൻ വാള്. അപ്പൊ ഇഞ്ചോടിഞ്ച് പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് മത്സരിച്ച പ്രിയ കൂട്ടുകാർക്ക് ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, ഇന്ന് ജയിച്ചവർക്കും തോറ്റവർക്കും എല്ലാവർക്കും ആണ് കേട്ടോ. എല്ലാവരും കൊടുക്കോ? എല്ലാവരും കൊടുക്കോ? ഇപ്പൊ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് ചോക്ലേറ്റ് കൊടുക്കുക. ഇഷ്ടപ്പെട്ടേ ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ.